എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവൽ കൊണ്ടുള്ള ഒരു മിക്സ്ചറാണ്. എന്തായാലും വീഡിയോ മുഴുവൻ കാണുക. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇതിലെടുത്തിട്ടുള്ള സാധനങ്ങൾ നോക്കാം. കുറച്ച് കറിവേപ്പില, 2 ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ 2 പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉണക്കമുന്തിരി, അതുപോലെ അവിൽ നോക്കുക. നമ്മൾ കനം കുറഞ്ഞ 2 തരം അവിലെടുത്തിട്ടുണ്ട്. കുറച്ച് മട്ട അവിലും സാധാരണ വെള്ള അവിലും. പിന്നെ ഇത് നോക്കുക, ഇതാണ് കട്ടി കൂടിയ അവിലാണിത്. വെള്ള അവൽ തന്നെ കട്ടി കൂടിയ അവിലാണ്. അപ്പോൾ ഈ വെള്ള അവൽ കട്ടി കൂടിയ അവലിൽ വേണം അത് ഉണ്ടാക്കാൻ, എന്നാലാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് നോക്കുക. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചീവി എടുക്കുക നല്ലോണം. 2 ഉരുളക്കിഴങ്ങും ചീവി എടുക്കുക. അത് വെള്ളത്തിലേക്ക് ചീവി എടുത്തിട്ട് നന്നായി കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. അതിലത്തെ ആ സ്റ്റാർച്ച് മുഴുവൻ പോണത് വരെ അത് കഴുകിയെടുത്തിട്ട് അതൊരു തുണിയിലെങ്ങാനും ഒന്ന് പരത്തിയിട്ടിട്ട് ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. അത് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചെയ്യാതെ ഉണ്ടാക്കുമ്പോൾ. അപ്പം നന്നായി കഴുകിയെടുക്കുക. നന്നായി കൈ കൊണ്ടൊന്ന് ഞരടി കഴുകിയാലും കുഴപ്പമില്ല. നന്നായി കഴുകിയെടുക്കുക. അപ്പോൾ ആ സ്റ്റാർച്ച് മുഴുവൻ അതിലത്തെ പോകണം നമുക്ക്. എന്നാലാണ് ഉരുളക്കിഴങ്ങ് വറുത്ത് കഴിഞ്ഞാൽ ക്രിസ്പി ആയിട്ട് നിൽക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ചട്ടി വെച്ചിട്ട് ഇതുപോലെ ഈ കട്ടി കൂടിയ അവൽ ആദ്യം വറുത്തെടുക്കുക. ഇതിൽ എണ്ണയും ഒന്നും ഒഴിക്കേണ്ട. എണ്ണ നമ്മളിതിൽ വളരെ കുറച്ചാണ് യൂസ് ചെയ്യണുള്ളൂ. നമ്മൾ ഈ മസാല മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിൽ എണ്ണ യൂസ് ചെയ്യണുള്ളൂ. അതുപോലെ തന്നെ ആ ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാനും. അപ്പോൾ നന്നായി വറുത്തെടുക്കുക. അപ്പോൾ ഈ കട്ടി കൂടിയിട്ടുള്ള അവൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് കടകളിൽ കട്ടി കൂടിയ അവൽ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഇതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. കട്ടി കുറഞ്ഞ അവൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം. ഇത് പെട്ടെന്ന് തീരെ പേപ്പറിനേക്കാളും കനം കുറവാണ് ഈ അവൽ. പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതും വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ആ 2 അവലിൻ്റെ വ്യത്യാസങ്ങൾ അറിയുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നോക്കുക, നമ്മൾ കപ്പലണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക നന്നായിട്ട്. അപ്പോൾ ഈ കപ്പലണ്ടി വറുത്തെടുക്കുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർക്കുക അതിൽ. അല്ലെങ്കിൽ ഒന്നിച്ച് ചേർത്താലും മതി. ഉപ്പ് നമുക്ക് ഒന്നിച്ച് ചേർത്താലും മതി. ഇതിലേക്കുള്ള പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് പൊടിച്ചു വെച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. നമുക്കൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മധുരവും എരിവും ഉപ്പും എല്ലാം കൂടിയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുമ്പോൾ. കപ്പലണ്ടി നന്നായി വറുത്തെടുത്തതിന് ശേഷം ഈ മുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചെടുക്കുക. അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതേ മസാലയിൽ തന്നെ അത് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിന് ശേഷം എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കുക. ഇതിന് നമ്മൾ അധികമായിട്ട് എണ്ണ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കി ഇതിൽ ഓയിൽ ഫ്രീ ആണ്. വളരെ കുറച്ച് ഓയിലാണ് നമ്മളിതിൽ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് വറന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിപ്സൊക്കെ വറുത്തെടുക്കുന്ന പോലെ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് വറുത്തെടുക്കുക. അപ്പോൾ ആ ഉപ്പ് അതിൽ കറക്റ്റായിട്ട് പിടിച്ചോളൂ. മിക്സറിൽ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ അങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ അവൽ മിക്സ്ചറിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് അതിന്.
അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും വറുത്തെടുത്ത് കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുണ്ടത്. ഇനി നോക്കാം, നമുക്ക് കുറച്ചും കൂടി മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ഒന്നുകൂടി മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മളിടുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ ഉപ്പ് കുറച്ചാണ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള അവിൽ അതിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. 4 മണി പലഹാരം എന്ന് മാത്രമല്ല, ഇത് നമുക്ക് ഉണ്ടാക്കി എടുത്തു വയ്ക്കാം. സുഖമായിട്ട് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, കേടുവരാതെ. അപ്പോൾ നോക്ക്, നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ആ കളർ എല്ലാ ഭാഗത്തേക്കും ആവുന്നത് വരെ മിക്സ് ചെയ്യുക. അതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാരയാണത്. അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് പിടിച്ചോളും. അത് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്തത് ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. കാരണം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഏറ്റവും അവസാനമാണ് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് മിക്സ് ചെയ്യണുള്ളൂ. ഉരുളക്കിഴങ്ങിൽ ഓൾറെഡി നമുക്ക് ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഏറ്റവും അവസാനം ഇതുപോലെ നന്നായി ഇളക്കി എടുക്കുക, പൊടിയാണ്ട്. നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളുക. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ റെസിപ്പികളുടെ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.